എല്ലാ സുഹൃത്തുക്കൾക്കും ഡിജിമാർക്ക് അക്കാഡമിയുടെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമ്മളെല്ലാവരും പലപ്പോഴും ചെയ്യുന്ന പല മിസ്റ്റേക്കുകളുണ്ട്. ഇതിനെയൊക്കെ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റേ ട്യൂൺഡ് വിത്ത് ഡിജിമാർക്ക് അക്കാഡമി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും ഫേസ്ബുക്ക് തരുന്ന ഓഡിയൻസ് എല്ലാം നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് എന്ന് കരുതരുത്. 18 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ള ഓഡിയൻസിനെയാണ് ഡിഫോൾട്ടായിട്ട് നമ്മളൊരു ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ കിടക്കാറുള്ളത്. അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഫേസ്ബുക്ക് നമുക്ക് തരുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാനുള്ള ക്ഷമയെങ്കിലും നിങ്ങൾ കാണിക്കണം. ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യാനായിട്ട് ഫേസ്ബുക്ക് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്? നമ്മുടെ ഓഡിയൻസ് അതിലാരെങ്കിലും ആയിരിക്കാം. 10 ലക്ഷം ആളുകളിൽ വെറും 50,000 ആളുകളായിരിക്കാം നമ്മുടെ ഓഡിയൻസ്. ആ 50,000 ആളുകളിൽ മാത്രം പരസ്യം കാണിക്കാനായിട്ടുള്ള പ്രൊവിഷൻസ് നമുക്ക് ഫേസ്ബുക്ക് തരുന്നുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇതുപോലെയുള്ള മെത്തേഡ്സ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഓഡിയൻസിനെ പ്രോപ്പറായിട്ട് പിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വെറുതെ ബൂസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കുറേ റിസൾട്ട് വരും എന്നുള്ളതല്ലാതെ അത് ക്വാളിറ്റി റിസൾട്ട് ആവില്ല. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ക്രിയേറ്റിംഗ് ഗുഡ് കണ്ടന്റ്. അത് വീഡിയോ ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ. പലരും ചെയ്യാറുള്ളത് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ സ്റ്റോക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സ്വന്തമായ രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തം പേജിലേക്ക് അങ്ങ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ആ പേജിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെ ആകെ വൃത്തികേടാക്കി വെക്കുക. ആ പേജിനകത്ത് നിന്ന് ഇനി ബിസിനസ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ബിസിനസ് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ അതിലേക്ക് വരുമ്പോൾ അതൊരു ക്വാളിറ്റി പേജ് അല്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ പ്രൊഫഷണലായിട്ടല്ല കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്ന്. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. കാരണം നിങ്ങളുടെ കസ്റ്റമേഴ്സ് കാണാൻ പോകുന്നത് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്കൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൻ്റെ ഭാഗം, അതിൻ്റെ ഡിസൈനിങ്, അവിടെയുള്ള സ്റ്റാഫുകൾ, ഇതെല്ലാം വല്ലാത്ത രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവിടേക്ക് ആരെങ്കിലും വരുമോ അങ്ങനെ ഒരു ഷോപ്പിലേക്ക്? അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അത് ഫേസ്ബുക്ക് ആവാം, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആവാം, വാട്ടെവർ എന്താണെന്നുണ്ടെങ്കിലും വളരെ വൃത്തിയായിട്ടുള്ള ഡിസൈൻസും പോസ്റ്റിങ്ങുകളും മാത്രം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിലും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വർക്കിംഗ് വിത്തൗട്ട് എ പ്ലാൻ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടേക്കാം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടേക്കാം, അങ്ങനെയല്ല. അതിനൊരു പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. ഫേസ്ബുക്കിൽ എന്തൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത്, ഇൻസ്റ്റഗ്രാമിൽ എന്തൊക്കെയാണ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ എന്തൊക്കെയാണ്, ഫേസ്ബുക്ക് സ്റ്റോറീസിൽ എന്താണ്, ട്വിറ്ററിൽ ഞാൻ പോസ്റ്റ് ചെയ്യണോ, യൂട്യൂബിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണോ, അതെപ്പോഴൊക്കെയാണ്, അതാണ് പ്ലാൻ. ഇതിൻ്റെ ടാർഗറ്റ് എത്രയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സാണ് എനിക്ക് വേണ്ടത്, അടുത്ത 6 മന്ത്സിൽ എനിക്ക് എത്ര ഫോളോവേഴ്സാണ് വേണ്ടത്, യൂട്യൂബിൽ എനിക്ക് എത്രയാണ് വേണ്ടത്, ഇതിനെക്കുറിച്ച്. അതിൽ പെയ്ഡ് ആക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ പെയ്ഡായിട്ട് തന്നെ ചെയ്യണം. ക്വാളിറ്റി പോസ്റ്റുകൾ ഇടുന്നതിനോടൊപ്പം തന്നെ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റും ചിലപ്പോൾ ചില ബിസിനസ്സുകൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ബിസിനസ്സുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് പേജുകൾക്കൊക്കെ ഓട്ടോമാറ്റിക്കലി ഫോളോവേഴ്സൊക്കെ കയറി വരും. അതുപോലെയല്ല ബിസിനസ്സുകാർക്ക് അവരുടെ പേജിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാം തുടങ്ങാൻ ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ഫ്രീ ആണ്. അതിനെയൊക്കെ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോ മാസം ഇത്ര, ഒരു 3 മാസത്തിൽ ഇത്ര എമൗണ്ട് വെച്ച് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഫോളോവേഴ്സും ലൈക്ക് കൗണ്ടും ഒക്കെ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനോടുകൂടി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾക്ക് 1 വർഷത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു റീച്ച് ഉണ്ടാവും. നാലാമതായി എനിക്ക് പറയാനുള്ളത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യുക. സെയിം രീതിയിൽ തന്നെ പോസ്റ്റുകൾ, ഇടയ്ക്ക് ഒരു തവണ പോലും വീഡിയോ പോസ്റ്റുകൾ പരീക്ഷിക്കത്തില്ല. പോസ്റ്റുകളിലുള്ള കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്താറില്ല. അതുപോലെ തന്നെ ഗീവ് അവേസോ ഓഫേഴ്സോ ഒന്നും കൊടുക്കത്തില്ല കസ്റ്റമേഴ്സിന്. ഒരു ചേഞ്ചും ഇല്ലാതെ ഡെയിലി ഒരു പോസ്റ്റുകൾ മാത്രം ഇങ്ങനെ ഇട്ട് പോവുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാവില്ല. ആളുകൾ കണ്ട് കേട്ട് അതൊക്കെ മടുക്കും. സോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെയുള്ള സ്ഥലമല്ലേ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ. അതിനൊന്നും നിങ്ങൾക്ക് പൈസ കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഡിസൈനിങ്ങിൽ എപ്പോഴും ഒരേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റി പുതിയ രീതിയിൽ ഡിസൈൻസ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. 5th പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്ത ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുക. ഇൻസ്റ്റഗ്രാമിൽ മാർക്കറ്റ് ചെയ്യുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിൽ മാർക്കറ്റ് ചെയ്യുമ്പോഴും പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ഈ പ്രോഡക്റ്റോ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ ഇടുമ്പോൾ മേ ബി ആ പോസ്റ്റിന് റീച്ച് വന്നെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ഓഡിയൻസ് അല്ല.
അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേജിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് വലിയ ഗുണമൊന്നും ചെയ്യില്ല. ഒരാളെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരണമെങ്കിൽ വളരെ റൈറ്റ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ തന്നെ ഉപയോഗിക്കണം. ഹാഷ്ടാഗുകൾ നിങ്ങൾ റിസർച്ച് ചെയ്യണം. ഹാഷ്ടാഗ് റിസർച്ചസ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഹാഷ്ടാഗ് ഏതാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ആറാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കമൻസിൽ നമ്മൾ റിപ്ലൈ കൊടുക്കാതിരിക്കുക. എത്ര യൂസേഴ്സ് നമുക്ക് ഡെയിലി പല പോസ്റ്റുകളായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാതിരിക്കുക. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കണം. സമയക്കുറവ് കൊണ്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ടൂൾസ് ഉപയോഗിക്കാം. മെസ്സഞ്ചർ മാർക്കറ്റിങ്ങിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഗ്രോത്ത് ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെയാണ് കമൻസിന് ഓട്ടോ റിപ്ലൈ പോകുന്നതെന്നുള്ളത്. അത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് എൻക്വയറീസ് ലഭിക്കും. അപ്പം ഇതുപോലെയുള്ള മെത്തേഡ്സൊക്കെ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ, കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ ബിസിനസ്സുകാരാണെങ്കിൽ കുറച്ച് ക്യാഷും കൂടി ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വളരെ സ്മൂത്തായിട്ട് പോവുകയുള്ളൂ. ഇനി മറ്റാരെങ്കിലുമാണ് ഏൽപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ ഗ്രോത്ത് പ്ലാൻ എന്താണ് എന്ന് നിങ്ങൾക്ക് ചോദിക്കണം. ഒരു കമ്പനിയുടെ ഗ്രോത്ത് പ്ലാൻ എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി അവരെങ്ങനെയാണ് ഗ്രോത്ത് പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടെ ചോദിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഡിജിമാർക്ക് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്കുള്ള എൻക്വയറി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എൻക്വയറി ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. സുബിൻ യൂസഫ്.